നമസ്കാരം. രാജ്യത്ത് പൗരത്വ നിയമം വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. ആ നിയമം പാസ്സാക്കിയിരിക്കുന്നു. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്നു. ആ അത്തരത്തിലുണ്ടാക്കുന്ന ഒരു പൗരത്വ ഭേദഗതി നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഇപ്പോഴും അടിവരയിട്ട് പറയുന്നതായിട്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ്. വർഗീയ വിഭജന നിയമത്തെ എതിർക്കുന്ന കാര്യത്തിൽ കേരളം ഒന്നിച്ചു നിൽക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നയം. തിരഞ്ഞെടുപ്പ് മുൻനിർത്തി നിയമത്തിൻ്റെ ചട്ടങ്ങൾ അത് വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ നടപടി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വിഭജിക്കുവാനും വർഗീയ വികാരം കുത്തിയിളക്കുവാനും ഒപ്പം തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനുമുള്ള ഒരു ശ്രമമാണ് എന്നാണ് പറയപ്പെടുന്നത്. NPR നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. CAA ഭരണഘടനാ വിരുദ്ധത അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കേരളം. എന്നാൽ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറയുന്നത്. എന്നായാലും വരേണ്ടത് തന്നെയാണ്. അത് വന്നിരിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ജനതയുടെയും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ആത്യന്തികമായി നടപ്പാക്കാൻ പോകുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇതിലൂടെ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇതിന് CAA അനിവാര്യമാണ്. നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ പറ്റുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നത് എന്നും ഇത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്, അത് മനസ്സിലാക്കുവാനുള്ള കെൽപ്പ് മുഖ്യമന്ത്രിക്കുണ്ടാകണം. കേരളം രാജ്യത്തിൻ്റെ ഭാഗമല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിക്കാൻ നിൽക്കുന്നത്. പക്ഷേ കേരളത്തിന് കഴിയുന്നില്ല. രാജ്യത്തിന് ഗുണം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് CAA എന്ന് പറയപ്പെടുന്നത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുകൂടി സുരേഷ് ഗോപി പറയുന്നു. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തു വരികയും അത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുക കൂടി ചെയ്തത്. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന കാര്യമാണ്. നമുക്കറിയാം, ഈ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലെയും രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ഹിന്ദുവായിട്ടുള്ള സിഖുകാരനായിട്ടുള്ള ജൈനനായിട്ടുള്ള ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സികളായിട്ടുള്ള പല മതവിശ്വാസങ്ങളിൽപ്പെട്ടവർ അവർക്ക് പൗരത്വം നൽകുന്നതിനുള്ള നടപടികളാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് എന്നും 2014 ഡിസംബർ മാസം 31 മുമ്പ് ഇന്ത്യയിൽ എത്തിയവർക്ക് മാത്രമാണ് പൗരത്വത്തിനായിട്ട് അപേക്ഷിക്കുവാൻ കഴിയുക എന്നും ഈ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. പൗരത്വത്തിനുള്ള അപേക്ഷകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചു തുടങ്ങുന്ന പരിപാടി ആരംഭിക്കുകയാണ്. ഇതിനുള്ള പോർട്ടലൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞു. 2019 ഡിസംബർ മാസത്തിലാണ് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള നിയമം ലോക്സഭ പാസ്സാക്കിയെടുത്തത്. 2020 ജനുവരി മാസം 10 നിയമം നിലവിൽ വന്നത് എങ്കിൽ കൂടിയും ചട്ടങ്ങൾ രൂപവൽക്കരിക്കാത്തതിനാൽ അന്ന് നടപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് CAA നടപ്പാക്കില്ല എന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ അന്നേ തന്നെ ഇതിനെക്കുറിച്ച് നയം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇത് മറികടക്കാനായിട്ടാണ് ഇപ്പോൾ പൗരത്വത്തിനായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെയും ഓൺലൈൻ സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഓൺലൈൻ വഴിയാക്കി കൊണ്ടുവരുവാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത്തരത്തിലൊരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ടൊരു പ്രത്യേക പോർട്ടൽ സംവിധാനം ഉണ്ടാക്കുന്നു. ആ പോർട്ടലിലൂടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കുന്ന ആ പോർട്ടൽ കൂടിയായിരിക്കും രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വർഷം അത് ഏതാണ് എന്ന് വ്യക്തമാക്കേണ്ടത് കൂടി ഇതിനകത്തുണ്ട്. അപേക്ഷകരിൽ നിന്നെല്ലാം രേഖകളൊന്നും ആവശ്യപ്പെടുന്നില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ 2014 ഡിസംബർ 31 മുമ്പുള്ളവർക്ക് ഇത് ലഭിക്കും. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ നൽകിയ പൗരത്വം തിരിച്ചെടുക്കുവാനുള്ള ഒരു വ്യവസ്ഥ കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. അസമിലൊക്കെ വൻതോതിലുള്ള സുരക്ഷാ കവചം ഒരുക്കിയിട്ടാണ് ഈ പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അവിടെ ഈ അവധിയിലുള്ള പോലീസുകാരെ മുഴുവൻ ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു വിളിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം അവിടെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി വളർത്തിയെടുക്കുവാനുള്ള ഒരു ശ്രമം, അതാണ് ഈ പൗരത്വ ഭേദഗതി നിയമം എന്നാണ് പിണറായി വിജയൻ സഖാവ് പറഞ്ഞു പറ്റിക്കുന്നത്. അത് പറഞ്ഞു പറ്റിക്കലാണ് എന്നുകൂടി പറയട്ടെ. മാത്രമല്ല, സുരേഷ് ഗോപി പറഞ്ഞതുപോലെ കേരളവും ഇന്ത്യയുടെ ഭാഗമാണല്ലോ. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന നിയമങ്ങൾ പൂർണ്ണമായിട്ടും കേരളവും അനുസരിക്കേണ്ടത് തന്നെയല്ലേ? ഫെഡറൽ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്ത് ഒരു ഭരണഘടനാ സംവിധാനമുണ്ട്. ആ ഭരണഘടനാ സംവിധാനത്തിൽ ഊന്നി മുന്നോട്ട് പോകുമ്പോൾ
കേരളം തനിച്ചൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പിണറായി വിജയന് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പണി മതിയാക്കുക, സാധാരണ ജനങ്ങൾ ജീവിക്കുവാൻ വേണ്ടിയുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുക, അതുമാത്രമാണ് ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിയുക. ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയൊന്നും മാറ്റിമറിക്കുവാൻ എന്തായാലും പിണറായി വിജയന് കഴിയില്ല എന്നറിയിക്കട്ടെ.